ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളം മാങ്ങയുള്ള സമയമാണ്. ഇപ്പോൾ ഒരുപാട് മാങ്ങ താഴെ വീണ് വെറുതെ പോകുന്ന ഒരു സാഹചര്യം ആണ് കാണുന്നത്. ഇപ്പോൾ പലരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് അത് കൂടുതൽ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. രണ്ട് രീതി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ കുറേ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മാങ്ങ ഇങ്ങനെ ഈ സമയത്ത് അങ്ങോട്ട് പഴുത്ത് വരുവാണ്. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാലും ബാക്കി ധാരാളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാങ്ങ നമ്മളിങ്ങനെ ചെത്തിപ്പൂളി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചധികം മാങ്ങ എടുത്തിട്ടുണ്ട്. ഒത്തിരി മാങ്ങ ഒരേ സമയം തന്നെയാണ് പഴുത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട, കാര്യം ഉണങ്ങി വരുമ്പോൾ അത് വളരെ ചെറുതായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഉണക്കിയെടുക്കാനാണ് പോകുന്നത്. വെയിലത്ത് വെച്ചാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊരു 2-3 ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ച് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. കൂടുതൽ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇന്നിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാങ്ങ ഇല്ലാത്ത സീസണിലും നമുക്ക് ഇതേപോലെ മാങ്ങ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത രീതി എന്ന് പറയുന്നത് മാങ്ങാത്തിര ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അതും നമുക്ക് ഈ പഴുത്ത മാങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര, മധുരം കുറവുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ പഞ്ചസാര, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് മാങ്ങ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം, കട്ടയൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം വെള്ളം വറ്റിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് അങ്ങനെ വറ്റിച്ചെടുക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലാതെ നമുക്ക് ജസ്റ്റ് വെയിലത്ത് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പല രീതിയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ആ പ്ലേറ്റിലൊരല്പം നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഒന്ന് തടവുന്നതും നല്ലതാണ്. നെയ്യാണെങ്കിൽ കൂടുതലാവരുത്. ഇതിപ്പോൾ ഞാനൊരു മുറത്തിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെ നമുക്ക് പ്ലേറ്റിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റീൽ വലിയ പ്ലേറ്റുകളുണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വശം ആകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഉണക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫൈനൽ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള കാണിക്കാത്തത്. ഞാൻ മുകളിൽ പിക്ചർ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.